ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പെരി പെരി ചിക്കൻ റോളാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി സോസാണ് കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് പെരി പെരി സോസ് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പെരി പെരി സോസാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് വെള്ളത്തിൽ കുതിർത്ത ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇടുന്നത് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇത്രയും ഇഞ്ചി, ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതിട്ട് കൊടുത്തു. ഇനി ഒരു 1/2 സ്പൂണ് പെപ്പറാണ്, പെപ്പർ പൗഡർ. ഇനി 1 സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 4 സ്പൂൺ വിനീഗർ, 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ. അപ്പം ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പെരി പെരി സോസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നോക്കിക്കേ, നമ്മുടെ പെരി പെരി സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെരി പെരി ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് പെരി പെരി ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇത്രയും ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് 2 സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂൺ പെരി പെരി മസാല പൗഡർ, സൂപ്പർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ നിറം കുറവാണ്ട് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല നിറമായിരിക്കും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ക്യാരറ്റ്, 2 വലിയ തക്കാളി, 1 ക്യാപ്സിക്കം, 1 സവാള ഉള്ളി, ചെറിയൊരു പീസ് ക്യാബേജ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 സ്പൂൺ സോയാ സോസ്, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെരി പെരി ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പെരി പെരി റോൾ ഉണ്ടാക്കുന്നതിനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം പെരി പെരി സോസ് ഉണ്ട്, മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ പെരി പെരി റോളിൻ്റെ ഫില്ലിങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം
ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പെരി പെരി സോസ് ഇതിനകത്തോട്ട് തേക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. നമുക്ക് വീട്ടിൽ നിസ്സാരമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് വെക്കേഷൻ ആകുമ്പോൾ ഇത് കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഇന്നിവിടെ 2 എണ്ണോടെ ബഹളം. ഇവിടെ പെരി പെരി ചിക്കൻ റോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പെരി പെരി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫില്ലിങ് വെക്കുകയാണ് കേട്ടോ. അത് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫില്ലിങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കെച്ചപ്പ് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ മയോണൈസ് ഒരു കവറിനകത്താക്കിയിട്ടുണ്ട്. ഇനി അറ്റ ഒന്ന് കട്ട് ചെയ്യണം. അറ്റ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മടക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പെരി പെരി റോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ചിക്കൻ പെരി പെരി റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.